അപ്പം ഞങ്ങളെങ്ങനെയാന്ന് വെച്ചാൽ തൃശ്ശൂർ സൈഡിൽ ഞാനും ചേച്ചിയും പ്രോഗ്രാമിന് പോയാൽ ഞങ്ങളുടെ വീട് ആലുവയിലാണല്ലോ. അപ്പം തൃശ്ശൂരിൽ നിന്ന് ആലുവ വരെ വരാൻ, അല്ലെങ്കിൽ ആ പരിസരത്ത് കൊരട്ടി പരിസരത്തൊക്കെയാണ്, കൊരട്ടിയിലാണ് ചേട്ടൻ്റെ വീട്. അവിടെയൊക്കെ പ്രോഗ്രാം ആണെങ്കിൽ ഞങ്ങൾ രാത്രി ചേട്ടൻ്റെ വീട്ടിലാണ് ഉറങ്ങുക. അപ്പോൾ അമ്മച്ചി ഞങ്ങൾ ചെല്ലണത് നോക്കിയിരിക്കും. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരും അവിടുത്തെ അമ്മച്ചി, ചേട്ടൻ്റെ അമ്മച്ചി. അപ്പം ഞങ്ങൾ അവിടെ കിടന്നു, ഞാനും ചേച്ചി അവിടെ ഉറങ്ങും. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ ചേട്ടനോ അല്ലെങ്കിൽ ചേട്ടൻ്റെ ബ്രദറോ ആരെങ്കിലും ഞങ്ങളെ കൊണ്ടുവന്ന് വീട്ടിലാക്കും. അങ്ങനെ അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു ആ ഫാമിലിയായിട്ട്. അപ്പം അങ്ങനെ അപ്പച്ചന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ചെന്നൈയിലായിരിക്കുമ്പോൾ ഇവിടുത്തെ അപ്പച്ചൻ കാണാൻ വന്നു. ICUയിൽ വെച്ച് അപ്പച്ചിക്ക് വിഷമം, എൻ്റെ കാര്യം വരുമ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ, ബ്രദേഴ്സൊന്നും ഇല്ലല്ലോ എനിക്ക്. അപ്പം അപ്പച്ചനാണ്, എൻ്റെ അപ്പച്ചനാണ് ചേട്ടൻ്റെ അപ്പച്ചനോട് ആഗ്രഹം പറഞ്ഞത്, ഇങ്ങനെ ജോയി മോനെ കൊണ്ട് മോളുടെ കല്യാണം നടത്താൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ ഓക്കെ പറഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. പിന്നെ ഉറപ്പിച്ചത് 91-ലാണ്. പക്ഷെ 91-ന് ശേഷം ലവ് ആയിരുന്നു. 95 കല്യാണം വരെ ഭയങ്കര പ്രേമിച്ച് നടന്നു. അടിപൊളി. അപ്പോൾ പ്രേമിച്ച് നടന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സിൽ നമുക്കൊരു പാട്ട് വെക്കാം. തുളസി കൃഷ്ണ തുളസി, ചേച്ചിയുടെ വേറെ ലെവൽ പാട്ട്. തുളസി എന്ന് പറഞ്ഞിട്ടൊരു വോക്ക് പോവും. ചേച്ചിക്ക് പാടാൻ പറ്റും ഇപ്പോൾ? അത്ര പെർഫെക്ഷനിൽ പാടാൻ ബുദ്ധിമുട്ട്. ചേച്ചി ഉള്ള പെർഫെക്ഷൻ മതി. കൃഷ്ണ തുളസി നിന്റെ നീലാഞ്ജനവർണ്ണത്തിൽ നീലാംബരം കണ്ടു, നീലക്കടൽ കണ്ടു, പീലിമുടി ചൂടും കണ്ണനെ കണ്ടു. ചേച്ചി ആ കാലഘട്ടത്തിൽ പോപ്പുലർ ആക്കിയ സോങ്ങുകളിൽ ഒന്നായിരുന്നു അത് ചേച്ചി. അതേപോലെ തന്നെ ചേച്ചി സൗപർണികാമൃത വീജികൾ പാടും. രവീന്ദ്രൻ മാഷിന്റെ, ജയകുമാർ സാറിന്റെ അസാധ്യമായ വരികൾ ചേച്ചിക്ക് പാടാൻ ഭാഗ്യം കിട്ടി എന്നുള്ളത്. അതൊരു അസാധ്യ പാട്ടാണല്ലേ. ഈ പാട്ടുകളൊക്കെ നമ്മൾ പറയുമ്പോഴും അതെവിടെയോ ഒന്ന് വേറിട്ട് നിൽക്കുന്നതായിട്ട് നമുക്കൊരു ഫീൽ വരും. സൗപർണികാമൃത വേണനാഗവള്ളി സിനിമയായിരുന്നല്ലോ കിഴക്കോട് പക്ഷി. അതുകൊണ്ടാണോ ശരിക്കും പാട്ട് വന്നത്? എങ്ങനെയാണ് പാട്ട് വന്നത്? അറിയില്ല, കഥകൾ ഒന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞ ഒരു കാര്യം, ഈ പാട്ട് ആദ്യമായിട്ട് തന്നെ പാടാൻ വിളിച്ചപ്പോൾ രവീന്ദ്രൻ മാഷ് വിളിക്കുമ്പോൾ എനിക്ക് രവീന്ദ്രൻ മാഷാണെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങിയ പനിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ. എൻ്റെ പൊന്നെ ഭയങ്കര പനിയായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഒട്ടും വയ്യ പാടാൻ. നിറച്ച ഓർക്കസ്ട്രയും. മാഷിനെ കണ്ടോടുകൂടി ഒന്നുകൂടി കൈയും കാലും വരച്ചു. മാഷിനെ ഇങ്ങനെ നോക്കണം നമ്മള്, അത്രയും ഭയങ്കര വലിയൊരു മനുഷ്യനല്ലേ. ആദ്യമായിട്ടാണ് മാഷിനെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ പാടി, ഒട്ടും നന്നായിട്ട് പാടിയില്ല, ഭയങ്കര മോശമായിട്ട് പാടി വെച്ചു. ദാസേട്ടൻ ഇത് കേട്ടിട്ട് ഇതാരാന്ന് ചോദിച്ചപ്പോൾ ഇതാണ് ദാസേട്ടൻ പറഞ്ഞു, മിനി ആണ് ഈ പാടുന്നത്. ഏയ് മിനി ഇതല്ല, ഇങ്ങനെയല്ല പാടണത്. മിനീനെ രണ്ടാമത് വിളിച്ച് പാടിക്കുന്നത് അവൾക്ക് സുഖമില്ലാണ്ട് പാടിയേക്കണമെന്ന് തോന്നണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തന്നെ രണ്ടാമത് മാഷ് വിളിപ്പിച്ച് കുറേ തമാശയൊക്കെ പറഞ്ഞ്, ഇത് ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ ചിരിപ്പിച്ച് എന്നിട്ട് ടെൻഷനൊക്കെ മാറ്റിയിട്ടാണ് ഇതെന്നെ കൊണ്ട് പാടിച്ചത്. ഈ വിവരം തന്നെ ഞാൻ അറിയണത് മാഷ് മരിച്ചതിന് ശേഷം. അതായത് എൻ്റെ ടെൻഷൻ കളയാൻ ഇങ്ങനെയൊക്കെ മാഷ് ചെയ്തു, അതിനു മുമ്പ് ദാസേട്ടൻ ഇത് കേട്ടു, ഇങ്ങനെയൊക്കെ ഈ സംഭവങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരു ദിവസം നമ്മുടെ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റായി കുറേ നാൾ കഴിഞ്ഞ് മാഷ് മരിച്ചു പോയതിന് ശേഷം ഏഷ്യാനെറ്റാണെന്ന് തോന്നുന്നു, അപ്പോൾ ബിജു നാരായണൻ്റെ അടുത്ത് മാഷ് പറയാണ് ഈ സംഭവം, ഞാൻ ഈ പാട്ട് പാടിയ, എന്നെ ഈ പാട്ട് പാടിക്കാനുള്ള സംഭവത്തെക്കുറിച്ച് മാഷ് പറയുമ്പോൾ മാഷില്ല. ഞാനത് കാണുമ്പോൾ അയ്യോ അതൊരു വല്ലാത്തൊരു അറിവായിപ്പോയി. എന്നുവെച്ചാൽ മാഷ് എന്നെ, ഞാനൊരു തുടക്കക്കാരിയല്ലേ,
അത്രയും വലിയൊരു പാട്ട് എന്നെ കൊണ്ട് പാടിക്കേണ്ട ഒരു കാര്യമില്ല ശരിക്കും. മാഷിൻ്റെ എത്രയോ ഗായകരുണ്ട് അല്ലേ? പക്ഷെ ആ ദാസേട്ടൻ പറഞ്ഞതുകൊണ്ട് ആ വാക്കിനെ മാനിച്ച് മാത്രം എന്നെ പാടിപ്പിച്ചതാണ് സൗവർണികാമൃതം. അത് എനിക്ക് ഭയങ്കര ഒരു ഞെട്ടലായിപ്പോയി. എന്നുവെച്ചാൽ എൻ്റെ പാട്ടിനെ ഇത്രയും അവർ കരുതിയല്ലോ എന്നോർത്തൊരു, അത് മനസ്സിന് വല്ലാത്തൊരു സുഖമാണോ വേദനയാണോ എന്താന്ന് പറയാൻ എനിക്കറിയില്ല. ചേച്ചി 3 ചേച്ചിമാര് ഉണ്ട് ചേച്ചിക്ക് അല്ലേ? 3 പേരും അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നവരായിരുന്നു. അത്യാവശ്യമല്ല, നന്നായി പാടുന്നത്. ജാൻസി ചേച്ചി സിനിമയിൽ പാടിയിട്ടില്ല ഒത്തിരി പാട്ട്. ജാൻസി ചേച്ചി ഒത്തിരി അല്ല, ചേച്ചി ഭയങ്കര പേടിക്കാരിയാണ്. രാജാസാറിന്റെ അടുത്ത് തന്നെ വോയിസ് ടെസ്റ്റിന് ചേച്ചിനെ വിളിച്ചിട്ട് പാടണില്ല. എന്ന് വെച്ചാൽ ചേച്ചിക്ക് അറിയാം ഇവരൊക്കെ എത്രത്തോളം വലിയ മഹാന്മാരാണ് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ആൾക്ക് ഇത്തിരി വിവരം ഉള്ളത് കൊണ്ട് പേടി കൂടും. നമുക്ക് വിവരമില്ലല്ലോ, അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, പേടിക്കാനില്ല. അതാണ് പേടിയില്ലാത്തത്. അപ്പൊ ചേച്ചിനെ അങ്ങനെ രാജാസാറ് വോയിസ് ടെസ്റ്റിന് വിളിച്ചിട്ടൊന്നും ചേച്ചിക്ക് പറ്റണില്ല. ഭയങ്കര പേടിയാ. വീട്ടില് അപ്പൻ പാടുമായിരുന്നു നാടക ഗാനങ്ങൾ? അപ്പച്ചനും അമ്മച്ചിയും പാടുമായിരുന്നു. അപ്പച്ചന്റെ ഫാമിലിയില് ഒരുപാട് മ്യൂസിഷ്യൻസ് ഉണ്ട്. അമ്മച്ചിയുടെ ബ്രദേഴ്സ് എല്ലാം പാടും, ബ്രദേഴ്സിന്റെ മക്കളെല്ലാം പാടും. ഞങ്ങള് ഗെറ്റ് ടുഗദർ വെച്ചാല് വീട്ടില് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാല് ഒരു 10-60 പേരുണ്ടാവും. പാടാൻ തന്നെ എല്ലാവരും പാടും. പക്ഷെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ചേച്ചി ക്ലാസിക്കൽ മ്യൂസിക് അഭ്യസിക്കാൻ പോയത്, അങ്ങനെയാണ് കേട്ടത്. ഞാനോ? ഇല്ല, അപ്പച്ചൻ്റെയാണ്. അപ്പച്ചനാണ് അതിന്റെ സ്ട്രോങ് പില്ലർ, കൂടെ വരുന്നതും. അമ്മച്ചി അങ്ങനെ ഒരു അഭിപ്രായങ്ങളും പറയാത്ത ഒരു അമ്മച്ചിയായിരുന്നു. ഒരു പാവ അമ്മച്ചി, ഒരു വിശുദ്ധ. ഞങ്ങളുടെ അപ്പച്ചൻ പറയും അമ്മച്ചീനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള തിന്മകളല്ലാതെ അതിലൊരുപാട് അർത്ഥമുണ്ട്. അതെ അതെ അതെ. നിങ്ങളുടെ അമ്മച്ചിക്ക് യാതൊരു തിന്മകളും ഇല്ല, രൂപക്കൂട് പണിത് അതിൽ വെക്കാന്ന്. അത്രയും നിഷ്കളങ്കയാണ് അമ്മച്ചി ആയിരുന്നു. SP വെങ്കടേഷ് സാറിന്റെ കുഞ്ഞു പാവയ്ക്കിന്നല്ലോ അതിനേക്കാളും രസമാണ് സ്വയംവരമായി മനോഹരിയായി ദേവരചന. സോങ് ചേച്ചി ഓർക്കണം? ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. മൂളി നോക്കാം. സ്വയംവരമായി മനോഹരിയായി ദേവരജനി വിടരുകയായി ശകുന്തളയും പ്രിയം വദയും ശുഭോദയ ചന്ദ്രികയാ കുളിരേകി. വേറെ ലെവൽ മ്യൂസിക് ആണ്, നമ്മള് വ്യത്യസ്തത എന്നൊക്കെ പറയില്ലേ? അതെ അതെ അതെ, പൈതൃകം.